കത്തോലിക്ക വിശ്വാസം എന്ന പ്രഭാഷണ പരമ്പരയിലെ 27ാമത്തെ വീഡിയോ ആണ് ഇത്. മനുഷ്യൻ ചെയ്യുന്ന ഏതൊരു പാപത്തിന്റെയും കാര്യത്തിൽ ഒരു നിത്യശിക്ഷ അല്ലെങ്കിൽ നരകശിക്ഷ ഉണ്ട്. യേശുവിന്റെ കാൽവരിയാഗത്തിന്റെ യോഗ്യതയാൽ മാത്രമേ ഈ നിത്യശിക്ഷ ക്ഷമിക്കപ്പെടുകയുള്ളൂ. ഒരാള് യേശുവിൽ വിശ്വസിക്കുവാൻ തയ്യാറാകണം എന്ന് മാത്രം. എന്നാൽ ചില മനുഷ്യർ ചെയ്യുന്ന ചില പാപങ്ങളുടെ കാര്യത്തിൽ ഈ നിത്യശിക്ഷയ്ക്ക് പുറമെ കാലിക ശിക്ഷ അല്ലെങ്കിൽ ടെമ്പറൽ പണിഷ്മെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന മറ്റൊരു ശിക്ഷ കൂടി ഉണ്ട്. ഈ കാലിക ശിക്ഷ ഭൂമിയിൽ വെച്ച് സഹിച്ചു തീർക്കാം. ശേഷിക്കുന്നുണ്ടെങ്കിൽ മരണശേഷം ശുദ്ധീകരണ സ്ഥലത്ത് വെച്ച് അല്ലെങ്കിൽ പർഗറ്ററിയിൽ വെച്ച് സഹിക്കേണ്ടതായി വരും. ഇക്കാര്യങ്ങളെക്കുറിച്ചായിരുന്നു ഈ പ്രഭാഷണ പരമ്പരയിലെ കഴിഞ്ഞ 2 വീഡിയോകളിൽ, അതായത് 25ാമത്തെയും 26ാമത്തെയും വീഡിയോകളിൽ നമ്മൾ വിശദീകരിച്ചത്. എന്നാൽ ഈ ശുദ്ധീകരണ സ്ഥലം അല്ലെങ്കിൽ പർഗറ്ററി എന്നൊരു അവസ്ഥയുണ്ടെന്ന് ബൈബിളിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇക്കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ വിശദീകരിക്കുവാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ, ശുദ്ധീകരണ സ്ഥലം അല്ലെങ്കിൽ പർഗറ്ററി എന്നൊരു പദം നമുക്ക് ബൈബിളിൽ കണ്ടെത്താനായിട്ട് സാധിക്കത്തില്ല. എങ്കിലും ശുദ്ധീകരണ സ്ഥലം എന്നൊരു അവസ്ഥ ഉണ്ട് എന്നതിനെക്കുറിച്ച് സൂചന നൽകുന്ന പല ബൈബിൾ വചനങ്ങളും നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഇന്നത്തെ ടോക്കില് പ്രധാനമായിട്ടും 4 വചനഭാഗങ്ങളാണ് നമ്മൾ പരിശോധിക്കുവാൻ പോകുന്നത്. ആദ്യം തന്നെ കൊറിന്തോസുകാർക്കുള്ള 1-ാം ലേഖനത്തിൽ പൗലോസ് അപ്പസ്തോലൻ പറയുന്ന ഒരു വചനഭാഗം കാണുക. യേശുക്രിസ്തു എന്ന അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു. അതിനു പുറമെ മറ്റൊന്ന് സ്ഥാപിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. ഈ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും സ്വർണമോ വെള്ളിയോ രത്നങ്ങളോ തടിയോ പുല്ലോ വൈക്കോലോ ഉപയോഗിച്ച് പണിതാലും ഓരോരുത്തരുടെയും പണി പരസ്യമാകും. കർത്താവിന്റെ ദിനത്തിൽ അത് വിളംബരം ചെയ്യും. അഗ്നിയാൽ അത് വെളിവാക്കപ്പെടും. ഓരോരുത്തരുടെയും പണി ഏത് തരത്തിലുള്ളതെന്ന് അഗ്നി തെളിയിക്കുകയും ചെയ്യും. ആരുടെ പണി നിലനിൽക്കുന്നുവോ അവൻ സമ്മാനിതനാകും. ആരുടെ പണി അഗ്നിക്കിരയാകുന്നുവോ അവൻ നഷ്ടം സഹിക്കേണ്ടി വരും. എങ്കിലും അഗ്നിയിലൂടെ എന്ന വണ്ണം അവൻ രക്ഷപ്രാപിക്കും. ഒരാള് യേശുവിൽ ശരിയായ വിശ്വാസം അർപ്പിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് അയാളിൽ ഒരു വിശുദ്ധീകരണം അല്ലെങ്കിൽ സാങ്ക്ടിഫിക്കേഷൻ ആരംഭിക്കുന്നു. അതുപോലെ വിവിധ കൃപകൾ നൽകി അയാളെ ആത്മീയമായി വളർത്താനും ശ്രമിക്കുന്നു. ഈ പ്രക്രിയയിൽ ഒരാള് തന്റെ സ്വതന്ത്ര മനസ്സുകൊണ്ട് ദൈവത്തോട് സഹകരിക്കേണ്ടതായിട്ടുണ്ട്. ഇനി മരണശേഷം കർത്താവിന്റെ ദിനത്തിൽ ഓരോരുത്തരുടെയും പണി എങ്ങനെയുള്ളതാണെന്ന്, അതായത് ഓരോരുത്തരുടെയും ആത്മീയ വളർച്ച അല്ലെങ്കിൽ ഓരോരുത്തരും തങ്ങളുടെ ആത്മീയ സൗധം പണിതുയർത്തിയത് എങ്ങനെയാണെന്ന് പരിശോധിക്കപ്പെടും. ഇനി ചില മനുഷ്യർ ഇതിനുശേഷം നേരിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. എന്നാൽ ഇവിടെ പറയുന്നു ചില വിശ്വാസികള് മരണശേഷം അഗ്നിയിലൂടെ എന്ന വണ്ണം രക്ഷപ്രാപിക്കും എന്ന്. ഏതായാലും ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്വർഗത്തിലേക്ക് സുഗമമായ രീതിയിൽ എളുപ്പം പ്രവേശിക്കുന്നതിനെ പറ്റി അല്ല, ക്ലേശകരമായ രീതിയിലൂടെ ഒരാൾ രക്ഷപ്രാപിക്കും അല്ലെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നതിനെ പറ്റിയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇത് ശുദ്ധീകരണ സ്ഥലം ആകാൻ മാത്രമേ ന്യായമുള്ളൂ. ഇനി കൊറിന്തോസുകാർക്കുള്ള 2-ാം ലേഖനത്തിൽ നിന്നുള്ള ഒരു വചനം കാണുക. എന്തുകൊണ്ടെന്നാൽ ഓരോരുത്തരും തങ്ങളുടെ ശാരീരികതയിൽ ചെയ്തിട്ടുള്ള നന്മതിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കുന്നതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപിൽ വരണം. ഇവിടെ പറഞ്ഞിരിക്കുന്നു ഓരോരുത്തരും തങ്ങളുടെ നന്മ തിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കാൻ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപിൽ വരണം എന്ന്. നന്മയ്ക്കുള്ള പ്രതിഫലം തീർച്ചയായിട്ടും സ്വർഗമാണ്. ഇനി യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തികൾ ഒരു കാരണവശാലും
നരകത്തിൽ പോവുകയില്ല. എന്നാൽ ഇവിടെ പറയുന്നു വിശ്വാസികളെ സംബന്ധിച്ച് തിന്മയ്ക്കും പ്രതിഫലമുണ്ട് എന്ന്. നരകത്തിൽ പോകത്തില്ലെങ്കിൽ പിന്നെ തിന്മയ്ക്കുള്ള പ്രതിഫലം അത് ശുദ്ധീകരണ സ്ഥലം ആയിരിക്കാനേ സാധ്യതയുള്ളൂ. ഇനി നമുക്ക് കൊറിന്തോസുകാർക്കുള്ള 1-ാം ലേഖനത്തിൽ നിന്നുള്ള മറ്റൊരു വചനഭാഗം പരിശോധിക്കാം. അല്ലെങ്കിൽ മരിച്ചവർക്ക് വേണ്ടി ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ മരിച്ചവർക്ക് വേണ്ടി എന്തിന് ജ്ഞാനസ്നാനം സ്വീകരിക്കണം? ഈ വചനഭാഗത്ത് മരിച്ചവർക്ക് വേണ്ടി ജ്ഞാനസ്നാനം സ്വീകരിക്കുക എന്നൊരു പതിവ് ആദിമസഭയിൽ ഉണ്ടായിരുന്നതായിട്ട് നമ്മൾ കാണുന്നു. അതായത് ആദിമസഭയിൽ മരിച്ചവർക്ക് വേണ്ടി ചില പ്രാർത്ഥനാ കർമ്മങ്ങൾ നടത്തിയിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇനി മരിച്ചവരിൽ കുറെ പേര് സ്വർഗത്തിലേക്കാണ് പോകുന്നത്. ഇവർക്ക് വേണ്ടി ഭൂമിയിലുള്ള മനുഷ്യർ ഏതെങ്കിലും ഒരു പ്രാർത്ഥനാകർമ്മം നടത്തേണ്ടതിന്റെ യാതൊരു ആവശ്യവുമില്ല. കാരണം അവർ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ഇനി മരണമടഞ്ഞവരിൽ കുറെ പേർ നരകത്തിൽ പോകും. ഇവർക്ക് വേണ്ടി ഭൂമിയിലുള്ളവർ എന്ത് പ്രാർത്ഥന നടത്തിയിട്ടും കാര്യമില്ല. കാരണം നരകത്തിൽ നിന്ന് അവർ ഒരിക്കലും മോചനം നേടത്തില്ല. പിന്നെ മരിച്ചവർക്ക് വേണ്ടി എന്തെങ്കിലും പ്രാർത്ഥനാകർമ്മം നടത്തുന്നത് കൊണ്ട് പ്രയോജനമുള്ളത് ശുദ്ധീകരണ സ്ഥലത്ത് ആയിരിക്കുന്ന ആളുകൾക്ക് മാത്രമാണ്. അതായത് ശുദ്ധീകരണ സ്ഥലം എന്നൊരവസ്ഥയില്ലെങ്കിൽ മരിച്ചവർക്ക് വേണ്ടി എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് യാതൊരു അർത്ഥവുമില്ല, അതിൽ യാതൊരു പ്രസക്തിയുമില്ല. അതിനാല് ഇവിടെയും ഈ വചനം വിരൽ ചൂണ്ടുന്നത് ശുദ്ധീകരണ സ്ഥലം എന്നൊരവസ്ഥ ഉണ്ട് എന്നതിലേക്ക് തന്നെയാണ്. ഇനി മത്തായിയുടെ സുവിശേഷത്തില് യേശു പറയുന്ന ഒരു വചനം നിങ്ങൾ ശ്രദ്ധിക്കുക. മനുഷ്യപുത്രനെതിരായി ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അത് ക്ഷമിക്കപ്പെടും. എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ആരെങ്കിലും സംസാരിച്ചാൽ ഈ യുഗത്തിലോ വരാനിരിക്കുന്ന യുഗത്തിലോ ക്ഷമിക്കപ്പെടുകയില്ല. ഈ വചനത്തിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. മരണശേഷം, അതായത് വരാനിരിക്കുന്ന യുഗത്തിൽ ക്ഷമിക്കപ്പെടുന്ന ചില പാപങ്ങളുമുണ്ട്. ചില മനുഷ്യരുടെ എല്ലാ തെറ്റുകളും ഭൂമിയിൽ വെച്ച് പൂർണ്ണമായും ക്ഷമിക്കപ്പെടുന്നു. അവര് സ്വർഗത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കുന്നു. ഇനി നരകത്തിൽ പോകുന്നവര് ഒരിക്കലും അവിടെ നിന്ന് മോചിതരാകത്തില്ല. അവരുടെ പാപം ഒരിക്കലും ക്ഷമിക്കപ്പെടത്തില്ല. അതിനാല് മരണശേഷം, അതായത് വരാനിരിക്കുന്ന യുഗത്തിൽ എന്തെങ്കിലും പാപങ്ങൾ ക്ഷമിക്കപ്പെടണമെങ്കിൽ അത് ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്നവരുടെ ആയിരിക്കാനേ സാധ്യതയുള്ളൂ. അപ്പോൾ ഈ വചനഭാഗവും സൂചിപ്പിക്കുന്നത് ശുദ്ധീകരണ സ്ഥലം എന്നൊരവസ്ഥ ഉണ്ട് എന്ന് തന്നെയാണ്. അതായത് ബൈബിളിൽ ശുദ്ധീകരണ സ്ഥലം എന്നൊരു പദം നേരിട്ട് പറഞ്ഞിട്ടില്ല എങ്കിലും ശുദ്ധീകരണ സ്ഥലം ഉണ്ട് എന്നതിനേക്കുള്ള സൂചനകൾ ബൈബിൾ പുതിയ നിയമത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അതിനാല് ശുദ്ധീകരണ സ്ഥലം എന്നുള്ള ആ കത്തോലിക്ക വിശ്വാസം ഒരിക്കലും ബൈബിൾ വിരുദ്ധമായിട്ടുള്ള ഒന്നല്ല.